ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ മുഖവും ശരീരമൊക്കെ ഒരുപോലെ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എണ്ണ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു എണ്ണ നമ്മൾ മഞ്ഞൾ എണ്ണ എന്നൊക്കെ പറയും. ഇപ്പോൾ മഞ്ഞളാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ പച്ചമഞ്ഞളാണ്. നല്ല കളറുള്ള മഞ്ഞളാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഓയിൽ മാത്രം ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഞാനൊരു 4 കഷ്ണം മഞ്ഞൾ ഇവിടെ ജസ്റ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പണ്ട് മുതലേ ഉള്ള ആൾക്കാർ ഇത് ഇപ്പോഴും എല്ലാവരും നിറം വയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു മഞ്ഞളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മഞ്ഞൾ ഇത്രയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നീട് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കില്ല. വെള്ളം ചേർത്താൽ നന്നായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മഞ്ഞൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഇത്ര മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എനിക്ക് എണ്ണ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എണ്ണ എടുക്കുന്നോ അത്രത്തോളം മഞ്ഞൾ എടുക്കുക. പിന്നെ ഇതുപോലൊരു ചട്ടിയിലാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. അപ്പം സ്റ്റൗ ഓണാക്കിയിട്ട് ചട്ടി വെച്ചു. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഈ ഒരു മഞ്ഞളെണ്ണ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് സ്റ്റൗവിൻ്റെ തീ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. എണ്ണ ചൂടായതിന് ശേഷം നമ്മളത് ഈ ഒരു ക്രഷ് ചെയ്ത് മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത് ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുപോലെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. നമുക്ക് മുഖത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുതിർന്ന ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മൾ മഞ്ഞളൊക്കെ നമ്മളിപ്പോൾ എന്തൊരു ഫേസ് പാക്ക് മുഖത്തിട്ട് കഴിഞ്ഞാലും നമ്മൾ പിന്നീട് നമ്മൾ വെയിലൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രീം യൂസ് ചെയ്താൽ തന്നെ വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാവും, സൺ ടാൻ അടിക്കും. അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിന് മുന്നേ നമുക്ക് ഈ ഒരു എണ്ണ റെഡിയായി കിട്ടും. നമ്മുടെ മഞ്ഞൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറിലാണ് നമ്മുടെ ഈ ഒരു എണ്ണ റെഡിയായി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഓയിൽ നന്നായിട്ട് തണുക്കുന്നത് വരെ ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോ ഒരു ബൗളിലോ ആക്കി മാറ്റി വെക്കാവുന്നതാണ്.